ജാർഖണ്ഡ് ദമ്പതികൾ ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ പറ്റി അപ്പോൾ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വന്ന് ആ കുഞ്ഞിന്റെ കാര്യമൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്കിന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, വീണ ജോർജ് ഇടപെടലുണ്ട്. അപ്പോൾ ചികിത്സാ മേൽനോട്ടം, കുട്ടിയുടെ ചികിത്സാ മേൽനോട്ടത്തിന് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന്റെ സ്വകാര്യ ആശുപത്രിയിൽ എല്ലാ ചികിത്സാ ചെലവും ബാലനിധിയിലൂടെ നൽകും. അപ്പോൾ അതുമുണ്ട്. ഒപ്പം രക്ഷിതാക്കൾ ഇനിയിപ്പോൾ വന്നില്ലെങ്കിൽ കൂടി കുട്ടിയുടെ സംരക്ഷണം ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കുമെന്നും മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. MG പ്രതീഷ് ഉണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്താണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് ഈ കുഞ്ഞിനായി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ? ഈ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഓക്കെ അല്ലേ? കീർത്തന, നേരത്തെ തന്നെ ഈ മാതാപിതാക്കൾ ICUയിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ വനിതാ ശിശുവികസന വകുപ്പ് ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കുഞ്ഞിന്റെ തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർ ഷയുടെ ഏകോപനത്തിലായിരിക്കും ഈ മെഡിക്കൽ ബോർഡ് പ്രവർത്തിക്കുന്നത്. ഒപ്പം പീഡിയാട്രീഷ്യനായ ഡോക്ടർ വിജിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഈ മെഡിക്കൽ ബോർഡിൽ ഉണ്ടായിരിക്കും. കൃത്യമായ ചികിത്സ എല്ലാ ഇടവേളകളിലും കുഞ്ഞിന് നൽകണമെന്നതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെ ഉണ്ടായിരുന്ന ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ചിലവ് ഈ വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാലനിധിയിൽ നിന്ന് ലഭ്യമാക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യമായി ഇപ്പോൾ കുഞ്ഞിനെ നിരീക്ഷിച്ചു വരുന്നു എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്ന കാര്യം. ആവശ്യമെങ്കിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ കെയർ ടേക്കർമാരെയും കുഞ്ഞിന്റെ സംരക്ഷണത്തിനായി നിയോഗിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായാൽ കുഞ്ഞിനെ അവർക്ക് കൈമാറാനും ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. MG പ്രതീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമ്മുടെ പ്രേക്ഷകൻ അരുൺ ചോദിക്കുന്നു, കുട്ടിയുടെ വാർത്ത വ്യക്തമായില്ല, കുട്ടിയെ ഉപേക്ഷിച്ച് അവർക്ക് എങ്ങനെ പോകാൻ കഴിയുമെന്ന് വ്യക്തമാക്കുക. ആ ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അറിയോ? ജാർഖണ്ഡ് സ്വദേശികളാണ് ഈ മാതാപിതാക്കൾ. അവർ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത വന്നു. അങ്ങനെ എറണാകുളത്ത് ഇറങ്ങി ഹോസ്പിറ്റലിലായിരുന്നു, ലൂർദ് ആശുപത്രിയിലാണ്. അപ്പോൾ ആ കുഞ്ഞിന് ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്നു. വലിയ ചികിത്സാ ചെലവ് വരുമെന്ന് അവർക്ക് മനസ്സിലായി. അവരെ കൊണ്ട് അത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അവരെടുത്ത തീരുമാനമാകാം അത്. ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം സംസ്ഥാനമാണ് കുഞ്ഞിനോടൊപ്പം നിന്നിട്ട് അടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഒരുപക്ഷെ ചിലപ്പം അവരുടെ സംസ്ഥാനത്തുള്ള ആ രീതിയൊക്കെ വെച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ ആശുപത്രി ഫീസൊക്കെ കെട്ടിയില്ലെങ്കിൽ അവരെ ചിലപ്പോൾ ഉപദ്രവിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. അതുകൊണ്ടാവാം, നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല. പക്ഷെ അങ്ങനെയാണ് അവർ പോയത്. അതാണ് അതിന്റെ, അതൊന്ന് വ്യക്തമായില്ലെങ്കിൽ അത് വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചികിത്സാ ചെലവുകൾ എല്ലാം തന്നെ വഹിക്കാൻ ഒരു നിധി, ബാലനിധിയുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ കൊച്ചിന്റെ ചികിത്സയുടെ കാര്യത്തിൽ നമുക്ക് പ്രശ്നങ്ങളില്ല. പിന്നെ അച്ഛനമ്മമാർ വന്നാൽ തിരികെ കൊടുക്കും. അവർക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ അവർ തയ്യാറാണെങ്കിൽ കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ആ രീതിയിൽ തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. കേരളത്തിന്റെ മകളായി ഉറപ്പായിട്ടും ഇത്തരം വാർത്തകൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോൾ എല്ലാവർക്കും ഇന്നലെ ആ വാർത്ത വന്നപ്പോൾ വല്ലാത്ത സങ്കടമായിരുന്നു, വേദനയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഒരു ആശ്വാസമാണ്. അങ്ങനെ അനാഥമായി പോവില്ലല്ലോ ആ കുഞ്ഞ്.